ഹലോ ഗായ്സ്, ലൈഫ് ഫിയോളിക് പ്രവി എന്ന് പറയുന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ലോകമെമ്പാടും എല്ലാ ആൾക്കാരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. സോ എൻ്റെ വക എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്ന് ക്രിസ്മസ് ആണ്, അങ്ങ് ഇന്ത്യയിൽ ക്രിസ്മസ് ആണ്. പക്ഷേ എനിക്കിവിടെ ഇതുവരെയായിട്ടും ക്രിസ്മസ് തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും 24th ആണ്. ഞാൻ US-ലാണ്. സോ അപ്പം ഇവിടെ അടുത്ത് പള്ളികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാനിപ്പം അവിടെ നോക്കിയപ്പം വെബ്സൈറ്റിൽ നോക്കിയപ്പം ഗൂഗിളിൽ നോക്കി വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ അറിയാൻ പറ്റിയത് ഇന്ന് അവിടെ ഈവനിങ് മാസ് ഉണ്ടെന്ന്. ഈവനിങ് മാസ് എന്ന് മെൻഷൻ ചെയ്തിരുന്നു. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ പിന്നെ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്, ലെറ്റ്സ് ഡു ദിസ്. എൻ്റെ അമ്മേ, ആരുമില്ല ഗൈസ്, നോക്കിക്കേ. അപ്പം ഞാൻ ഈ സ്പൂസിൻ്റെ ഈ സാധനം എടുത്തിട്ട് കഥവേലിട്ടിട്ട് അങ്ങനെ പോവാം. ആദ്യമായിട്ടാണ് ഗൈസ് രാത്രിയിൽ പുറത്തിറങ്ങുന്നത്. ഞാൻ ഇവിടെ വന്നേ പിന്നെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ചെറിയ തോതിലെ തണുപ്പേ ഉള്ളു ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ അങ്ങനെ ഹോട്ടലിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ അമ്മ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ. ഇവിടെ ആകെ ഫുൾ ഇരുട്ടാണ് ഗൈസ്. ഇതേ കണ്ടില്ലേ, ഇരുട്ടല്ല, വെളിച്ചമൊക്കെ ഉണ്ട്. എന്നാലും ഇതാണ് എൻ്റെ ഹോട്ടൽ. ഞാൻ തങ്ങുന്ന ഹോട്ടൽ ഇതാണ്. ഏകദേശം ഒരു 1.5 മൈലി അങ്ങാണ്ടുണ്ട് ഇവിടുന്ന്. ഹോട്ടലിൽ നിന്ന് ചർച്ചിലോട്ട് ഒരു 1.5 മൈൽസ് അങ്ങാണ്ടുണ്ട്. നമുക്ക് നടക്കാം, കുഴപ്പമില്ല. ഓക്കെ, വഴിയിലെങ്ങും ആരുമില്ല. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് വീട്ടിൽ പോയിരിക്കുമായിരിക്കും. അതാണ് ഗൈസ് പിസ്സ പൈ. എൻ്റെ ഫേവറേറ്റ് പിസ്സ സ്പോട്ടാണത്. കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, കുറേ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിങ്ങനെ ഇത് ഡ്രൈവ് അവേ ആണ്. ഡ്രൈവ് അവേ ആണോ ഡ്രൈവ് ത്രൂ ആണോ എന്നറിയില്ല. ആൾക്കാർ വന്ന് ഇങ്ങനെ നിൽക്കും, ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്യും, എന്നിട്ട് അങ്ങനെ പോകും. അപ്പുറത്ത് കറങ്ങി വന്നിട്ട് അവിടെ നിന്നൊരു പിക്കപ്പ് വിൻഡോ ഉണ്ട്. പിക്കപ്പ് വിൻഡോ ആണോ എന്തോന്ന് അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ ഗൈസ്. അപ്പോൾ കാണുമായിരിക്കും. ഇവിടെ അടുത്തൊരു വ്യക്തിയുണ്ട്. ഞാൻ മെഡിയിൽ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ അമ്മേ, കുറച്ച് നടക്കണം ഗൈസ്. നാട്ടുകാരെ വിചാരിക്കും പാതിരാത്രിയിൽ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്ന എനിക്ക് വട്ടായിരിക്കും. നമുക്കല്ലേ അറിയത്തുള്ളൂ. നോക്ക് ഗൈസ്, ആരുമില്ല. എല്ലാവരും ആരും വീട്ടിലാണ് ആഘോഷിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഗൈസ്, എനിക്ക് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പോസ്റ്റേൽ ഇത് ഇങ്ങനെ സിമ്പിളുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് എന്ന് കാണിക്കും. അവിടെ ഹാൻഡ് സിഗ്നലിൽ നിൽക്കി കാണിക്കും. അപ്പം നമുക്ക് നമ്മുടെ സിഗ്നൽ ടൈം ആകുമ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റായിട്ട് ട്രാഫിക് റൂൾസ് പാലിക്കുന്നുണ്ട്. സിഗ്നലാണെങ്കിൽ സിഗ്നൽ, അല്ലാതെ ആരും ട്രസ്പാസ് ഒന്നും ചെയ്യത്തില്ല. സിഗ്നൽ വെട്ടിച്ച് പോകത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഇപ്പം നോക്കിക്കോ ഗൈസ്, അത് വെള്ളയാവും, നമുക്ക് പോകാനുള്ള സിഗ്നൽ വരും. അതാ ഗൈസ് സിഗ്നൽ ആയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്യുകയാണ്. ഓ പാഞ്ഞാ വരുന്നത് ശിവനെ. ഇത്ര സെക്കൻഡ്സ് ഉണ്ട്, ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ക്രോസ് ചെയ്ത് ഇറങ്ങണമെന്ന്. അപ്പം ഓക്കെ, നമ്മൾ അടുത്ത സിഗ്നൽ ക്രോസ് ചെയ്യാൻ 14 സെക്കൻഡ് ഉണ്ട്. ഓടിപ്പോവാൻ ഗൈസ്. ദൈവമേ നമ്മളെ കാത്തോളി. ഓ അങ്ങനെ നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. വാ, അത് നല്ല അടിപൊളിയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്, ഫുഡ് സ്പോട്ട്. ഇത് വന്നിട്ട് ബേർട്ടൂസി എന്ന് പറയും. ഇവിടെയാണ് ഞാൻ വന്ന് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇവിടെ വന്ന് പാസ്ത ആയിരിക്കും മേടിക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം. എൻ്റെ അമ്മേ, ഒന്ന് റോഡ് ക്രോസ് ചെയ്തോളൂ അണയ്ക്കുന്നു. അയ്യോ, എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കും. ഓക്കെ, ഞാൻ ക്യാമറ തിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ കാഴ്ച. ഓ, ഇവിടെയും ബട്ടൺ ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ പാഞ്ഞു പോയത്. എനിക്ക് വേണേൽ പോവാം ഗൈസ്, കാരണം ഒരു വണ്ടിയും ഇല്ല. പക്ഷേ നമ്മൾ വേറൊരു രാജ്യക്കാരൻ ഇവിടെ വന്നിട്ട് മറ്റൊരു രാജ്യത്ത് നിന്നിട്ട് വെറുതെ റൂൾസ് ബ്രേക്ക് ചെയ്യണം ഗൈസ്. അത് കാരണം ഞാൻ അതൊന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. നമുക്ക് നിൽക്കാം, എന്നിട്ട് ക്രോസ് ചെയ്യാം. ആരും ഇല്ലായിരുന്നു, പോകാനും പാടില്ല കുട്ടി. റൂൾസ് ഇസ് റൂൾസ്. ഒക്കെ ഇന്ത്യയിലായിരുന്നെങ്കിൽ നമുക്ക് റൂൾസൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാമായിരുന്നു. സീബ്ര ക്രോസിങ്ങിലൊക്കെ നടക്കത്ത് പോകണക്കില്ല നമ്മുടെ ആൾക്കാർ. പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ പിന്നെ നടക്കാം. അതാ പിന്നെ സിഗ്നലായി നമുക്ക് നടക്കാൻ. നമ്മൾ വീണ്ടും നടക്കുകയാണ്. കണ്ടോ ഇപ്പോൾ സെക്കൻഡ്സിലോട്ട് മാറി. ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങണമെന്നാണ് അവർ പറയുന്നത്. വളരെ അത്ഭുതമാണ്. എനിക്കിത് ആദ്യമായിട്ട് കണ്ടപ്പം ലൈക്ക് റിയലി ഷോക്ക്ഡ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ റൂൾസ് ഒന്ന്. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. എല്ലാവരും അത് പാലിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. ഞാൻ അത് കണ്ടിട്ടില്ല, ബട്ട് ഇവിടെ ഉള്ള ആൾക്കാരതാ പറഞ്ഞേക്കുന്നത്. ട്രാഫിക് റൂൾസ് പാലിച്ചില്ലെങ്കിൽ നല്ല ഫൈൻ അടിക്കും. വണ്ടി തൂക്കിയെടുത്തോണ്ട് പോകും. പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊക്കെ തൂക്കിയെടുത്തോണ്ട് പോകും, സമ്മതിച്ചു. പക്ഷേ അവർ നമ്മുടെ ആൾക്കാരും കമ്പയർ ചെയ്യുമ്പം ഞാനും റൂൾസ് തെറ്റിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് അതൊന്നൊക്കെ ഫോളോ ചെയ്യുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ല തണുപ്പുള്ള രാത്രിയിൽ പള്ളിയിലെ മാസ് കാണാൻ പോവാൻ, കുർബാന കാണാൻ പോവാൻ. ശിവനെ, ഇവിടെ പിന്നെ സിഗ്നലുണ്ട്, അറിയില്ല നമുക്ക്. ഒരു സിഗ്നലുണ്ട്, പക്ഷെ ഇങ്ങനെ പോകുന്നതിന് സിഗ്നലില്ല. കുഴപ്പമില്ല, നമുക്ക് പോവാം. അങ്ങനെ ഇരിക്കുന്നു കാഴ്ച. പിന്നെ സിഗ്നൽ. അയ്യോ ശിവനെ. ഓ, അങ്ങോട്ടൊക്കെ ഇരുട്ട് കണ്ടിട്ട് പേടിയാവുമോ? എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്? ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവരുടെ കയ്യിലൊക്കെ തോക്കുണ്ട്. നമ്മുടെ കയ്യിൽ തോക്ക് പോയിട്ട് ഒന്നുമില്ല. സിഗ്നലായില്ല, പാടില്ല, സിഗ്നൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. റൂൾസ് ഇസ് റൂൾസ്. കണ്ടോ ഒരു കാറുണ്ട്. ഒരു യൂട്ടേൺ. ഞാനോർത്ത് ഇപ്പോൾ ഇടിച്ചു ചമ്മ ഇങ്ങനെയാണ് യൂട്ടേൺ എടുക്കുന്നത്. ഇതെന്തുവാടേ ഇത്? സിഗ്നല് വിടറേ. ഓ സന്തോഷം. ഓ, കണ്ടിട്ട് പേടിയാവുന്ന കാഴ്ച. എൻ്റെ അമ്മേ, ഇതെന്താ ഇത്? ചുമ്മാ അല്ല, എൻ്റെ ഓഫീസിൽ നിന്ന് കൊളീഗ്സ് വരാറുണ്ട്. ലൈക്ക് US ഓൺ സൈറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ബട്ട് അവർ പറയാറുണ്ട് രാത്രിയിൽ നിന്നും അവർ പുറത്തിറങ്ങത്തില്ലെന്ന്. ആ റൂള് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ദൈവത്തിനെ വിശ്വസിച്ചിട്ടുണ്ട്.
ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒരാളെ പോണില്ല, ആരേലും കാറ് നിർത്തിയാൽ തീർന്നു. എനിക്ക് കുഴപ്പമില്ല, നമ്മളെ പിന്നെ മലയാളി ആയതുകൊണ്ട് എങ്ങനെയായാലും സർവൈവ് ചെയ്യാമോ. ബാക്കിയല്ല ദൈവത്തിൻ്റെ. സമയം നോക്കുക ഗൈസ്, 9:23 രാത്രി. ചുറ്റിലും ആൾക്കാരാരുമില്ല, വെറും കാറുകാർ മാത്രം. ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടാൽ പറയാം ഒരു ബാങ്കാണ്. അതെ, ഇതൊരു ബാങ്കാണ്, പക്ഷേ ഫുള്ള് ഗ്ലാസ് സ്ട്രക്ചറാണ്. ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വിൻഡോസും ഡോസൊക്കെ വെറും ഗ്ലാസ്സാണ്. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഗ്രില്ലും കമ്പി പാര അതും ഇതും ഇട്ടെല്ലാം കൂട്ടിയിട്ടല്ലേ പോകും. ഇവിടെ അങ്ങനല്ല. ഓ മൈ ഗാഡ്, നമ്മൾ പള്ളി എത്തിയോ ഗൈസ്? ഗൈസ് നമ്മൾ അടുക്കാറായെന്നോ തോന്നുന്നു ഗൈസ്. ഓ ധന്യം ബോർഡ് കാണുന്ന ഒരു പള്ളിയാണ്, പക്ഷെ നമ്മൾ പോകുന്നത് അങ്ങോട്ടല്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തൊരു പള്ളിയുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കമ്പി അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മൊയ്ലാളി പറഞ്ഞത് തെറ്റിപ്പോയി. ആക്ച്വലി മൊയ്ലാളി പറഞ്ഞത് ഈ പള്ളിയിലോട്ട് പോകാനാണ്, പക്ഷേ ഈ പള്ളിയിൽ ആരും ഇല്ലല്ലോ. എൻ്റെ യേശുക്രിസ്തുവും പുൽക്കൂടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും കാണാൻ വയ്യ. ഫ്ലാഷ് ഓൺ ആക്കിയാലോ. ഗൈസ് കണ്ടു, പക്ഷേ ഈ പള്ളി അടച്ചിട്ടേക്ക് വേണം. ഞായറാഴ്ച 10:15, അപ്പോൾ രാത്രി ഇല്ലേ? നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണെന്ന് തോന്നുന്നു ഗൈസ്. അതുകൊണ്ട് പാളിയോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. ഇവിടെ നോക്കിയിട്ട് ആൾക്കാരും പള്ളിയിൽ അച്ഛനകത്തുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കുക? ഇവിടെ നിന്ന് പരകുന്നതല്ലാത്തോ അവർ വിചാരിക്കും എല്ലാ കള്ളനുമായിരിക്കും. ആൾക്കാരൊക്കെ അകത്തുണ്ട്, കയറി ചെല്ലാനൊരു മടി നമുക്ക്. എന്നാൽ നമുക്ക് ഓപ്പോസിറ്റുള്ള പള്ളിയിലൊന്ന് പോയി നോക്കാം പ്ലീസ്. പകൽ വന്നാൽ മതിയായിരുന്നു. ഞാനിവിടെ രാത്രി മാസമുണ്ട്. നമ്മുടെ മൊയ്ലാളി പറഞ്ഞ് നീ പൊയ്ക്കോ, സംഭവം സൂപ്പറാ, നല്ല വെടിപ്പായിരിക്കും. അവസാനം പണിയായോ സഹോദരൻ? ഏതായാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ പള്ളിയിലോട്ട് പോകും. അങ്ങോട്ടെല്ലാവരും പോകുന്നുണ്ട്. ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ ദൈവം. ഓരോരുത്തം പണി വരുന്നു, പണി ഗൈസ്. അങ്ങനെ അതിനകത്ത് റൂട്ട് എത്തിക്കാൻ പോവാണ്. നമ്മുടെ വണ്ടിയെല്ലാം പോയി കഴിഞ്ഞിട്ട്
നമുക്കങ്ങോട്ട് പോവാം. വണ്ടി പള്ളിയിലോട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവരും വെളിയിൽ പോയിരിപ്പുണ്ട്. ഇത് നോക്കൂ, നല്ലൊരു സംഭവമാണ്. കൊള്ള അടിപൊളിയായിട്ടുണ്ട്. അടുത്തുള്ള സ്ഥലത്തുനിന്ന് ചെറുത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഞാനൊന്ന് അകത്തൊന്ന് കയറി നോക്കട്ടെ. Is it so hard to believe that you are all children of God and that each of you come from the same wellspring of love? That is the simple message I really wanted the world to know and understand. What a difference it all makes. അങ്ങനെ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് എല്ലാവരും വെളിയിൽ. അപ്പം നല്ലൊരു ക്രിസ്മസ് നൈറ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും ആഘോഷിക്കുക. സോ ഒന്നും കൂടി പറയുകയാണ്, മേരി ക്രിസ്മസ്. ഹലോ ഗൈസ്. അപ്പം അങ്ങനെ റൂമെത്തിയിരിക്കുകയാണ്. സോ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇതായിരുന്നു ആക്ച്വലി. ഐ മീൻ മാസമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. സോ പുള്ളി പറഞ്ഞതിൽ, അതായത് അവിടുത്തെ പള്ളിയിലച്ഛൻ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നത്തിങ് ബട്ട് എല്ലാവരും ഒന്ന് തന്നെയാണെന്ന് പുള്ളി പറഞ്ഞു. യെസ്, ഞാൻ അതിൽ അഗ്രി ചെയ്യുന്നു. ആൻഡ് വേറൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സോ എല്ലാവർക്കും ഒന്നും കൂടി വിഷ് ചെയ്യാണ്. വിഷ് യു എ വെരി ഹാപ്പി ക്രിസ്മസ്. സോ സ്റ്റേ ട്യൂൺ. സോ എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും വീഡിയോസൊക്കെ അലേർട്ട് കിട്ടാനായിട്ടും എല്ലാവർക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ടും, ഐ മീൻ ലൈക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ ദെൻ, സീ യു.